സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി മാറി നിൽക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഷൂ യൂസ് ചെയ്യാറില്ല. ഇത് എന്തെങ്കിലും ഇപ്പൊ ഒരു പൊക്കത്തിന്റെ എന്തെങ്കിലും കാണിക്കിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൊ ഓൾറെഡി നമ്മള് റീലൊക്കെ എടുക്കാൻ നേരത്ത് ഷൂ ഇടും. ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ തീരെ പൊക്കം കുറഞ്ഞാനായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ല ഹൈ ഡിഫറൻറ്റ് ഉണ്ട്. ചിലർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മള് കളിയാക്കുമല്ലേ ഇങ്ങനെ, അപ്പം നമുക്ക് ഇനി കണ്ടന്റ് ചെയ്താലോ. ആരും ഇതുവരെ അങ്ങനെ കണ്ടന്റ് ചെയ്തിട്ടില്ല. കളിയാക്കൽ തുടങ്ങിയിട്ടാണ് കണ്ടന്റ്. ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കണ്ടന്റ് ആക്കി ഇപ്പൊ അവസാനം കത്തി കയറി. അപ്പൊ ഞങ്ങളത് ചോദിക്കണോ ചേട്ടനാ റീൽ എടുക്കണതല്ലേ? ഞാൻ തന്നെ ഇഷ്ടംപോലെ. പക്ഷെ അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. അതെ ആ റീൽ കാണാം, ശരി അന്ന് ഞാൻ വെറുതെ മാറി പോവുള്ളൂ. അതിൽ വേറെ ഈ റിയൽ ലൈഫിൽ പുറത്തു പോയ സമയത്ത് ഫസ്റ്റ് ഒരു ഇതുപോലെ ബോഡി ഷേമിങ്ങോ കളിയാക്കലോ അങ്ങനെ വന്നത് എപ്പോഴായിരുന്നു? ഈ ഹൈറ്റിന്റെ കളിയാക്കുവാന്ന് മനസ്സിലായത് ഫ്രണ്ട്സ് തന്നെ തമാശക്കാണ്, അത് തമാശക്കാ. പക്ഷെ നമുക്കത് അവരുടെ മനസ്സിൽ അതൊരു ഉള്ളതുകൊണ്ടാണല്ലോ തമാശ രൂപത്തിൽ പുറത്ത് വരുന്നത്. പിന്നെ ഞങ്ങളത് ചിരിച്ച് തള്ളിവിടും. ഈ ഫ്രണ്ട്സ് തമ്മിൽ കളിയാക്കുന്നത് ഫീൽ ആവും? എനിക്ക് ഫീൽ ആകാറുണ്ട്, പുള്ളിക്ക് ഫീൽ ആകാറുണ്ട്. അവരത് ഫണ്ണി രീതിയിലാണെങ്കിലും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. ചില കളിയാക്കല് ഭയങ്കര ഫണ്ണല്ല അല്ലേ? ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ ഹൈറ്റിന്റെ കേസ് എടുക്കാൻ മെയിൻ റീസൺ ഇപ്പൊ എല്ലാവരോടും കൂടെ പറയുന്നത്, ഞാൻ പഠിച്ചു വന്ന ടൈമില് ഞാനായിരുന്നു അസംബ്ലിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ നല്ല ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം എല്ലാവരും എന്നോട് പറയും എല്ലൊക്കെ കൊണ്ടുകയറുന്നു. ഒരുപാട് സത്യമായിട്ട് ഏഞ്ചൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ കാര്യം, ഞാൻ പഠിച്ചുകൊണ്ട് 10 +1 +2 ഡിഗ്രി ടൈമിലൊക്കെ എന്ത് പൊക്കോ തോട്ടിക്കോല് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അന്ന് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഒരുപാട് മോഡലിംഗിലൊക്കെ ഭയങ്കര ഏഞ്ചലിന് അറിയാലോ, നമ്മളൊരു ജോലിക്ക് എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് ഹൈറ്റ് ഉണ്ടോ ഇല്ലേ, ഓക്കെ റിജക്ട്. ഈ ഒരു ഫീൽഡില് പക്ഷെ ഗുണങ്ങളുണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഈ നമ്മൾ ചില ജോലി പോലെ ചില ജോലിക്ക് ഹൈറ്റ് വേണം. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പൊക്കമുള്ള പെൺപിള്ളേർ ഒരിക്കലും കളിയാക്കരുത്. ആ പൊക്കം കിട്ടണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ഉള്ളതാണ് പൊക്കം കിട്ടിയത്.